ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആഡ്സ് എങ്ങനെ നമുക്ക് ChatGPTയുടെ ഇമേജ് ജെൻ 4 മോഡൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ലിമിറ്റേഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റൈറ്റ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആഡ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ക്യാച്ചി ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ChatGPTയുടെ ഇമേജ് ജെൻ 4 മോഡൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ സ്കിൽസൊന്നും ഒരുപാട് ഡിസൈൻ സ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറിൻ്റെയൊക്കെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇമേജ് ജെൻ 4? ഇമേജ് ജെൻ 4 എന്നുള്ളത് ഓപ്പണായി റിലീസ് ചെയ്തിട്ടുള്ള അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ജനറേഷൻ മോഡലാണ്. ChatGPTയുടെ ഉള്ളിൽ തന്നെ GPT-4 അവൈലബിൾ ആണത്. നമ്മൾ റൈറ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ആഡ് ക്രിയേറ്റീവ് ജനറേറ്റ് ചെയ്തെടുപ്പിക്കുക എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മളിന്ന് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആളോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.